നമ്മൾ ഈ ലഹരിയുടെ അനന്ത സാധ്യതകൾ വെളിവാക്കുന്ന ഒരു വിവരമായിട്ടാണ് എന്നെ കാണുക. കഴിഞ്ഞ ദിവസം മാതൃപത്രത്തിൽ വന്ന റിപ്പോർട്ട് പ്രകാരം NDPS നിയമപ്രകാരം 27,700-ലധികം കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. സത്യത്തിൽ ഇത് പഞ്ചാബിലെ നിരക്കിനേക്കാൾ ഇരട്ടിയിലധികമാണ്. നമ്മൾ പഞ്ചാബാണ് ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1 ലക്ഷം ജനസംഖ്യയിൽ 78 കേസുമായി മുന്നോട്ട് പോവുകയാണ്. അവർ തന്നെ സൂചിപ്പിച്ച ഇന്നലെ മാതൃഭൂമിയിൽ വന്നൊരു ലേഖനത്തിൽ സൂചിപ്പിച്ചതാണ് ഈ ഡാർക്ക് വെബ് വഴി, അത് ഇന്റർനെറ്റിന്റെ അധോലോകമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ആ വഴി ലഹരി കാട്ടൽ വഴിയായിട്ടാണ് ഈ ലഹരി മരുന്നുകൾ വിൽക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ലേഖനത്തിൽ തന്നെ അത് ലേഖനം എഴുതിയ ആള് പറഞ്ഞിരുന്നു, അതിനകത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ഈ ഡാർക്ക് വെബിന്റെ ഈ വിൽപ്പന ശൃംഖലയെ നമ്മൾ തകർക്കണമെന്ന്. അപ്പൊ അത് കഴിഞ്ഞ ഏതാണ്ട് കുറെ നാളുകളായി പോലീസും നാർക്കോട്ടിക് വിഭാഗവും അതിന്റെ ശ്രമത്തിലായിരുന്നു. ഇന്നലെയാണ് അവർക്ക് അത് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB ആണ് ഇതിനകത്ത് നുഴഞ്ഞു കയറിയത്. അത് ഈ പറഞ്ഞ ഇപ്പൊ അറസ്റ്റ് ചെയ്ത ആളുടെ അത് ഉപയോഗിച്ച് തന്നെയാണ് അതിനകത്ത് കയറാൻ സാധിച്ചിട്ടുള്ളത്. ഹാൻഡ് ഡ്രൈവ് വാളറ്റിൽ സൂക്ഷിച്ച 1 കോടിയുടെ ക്രിപ്റ്റോ കറൻസിയും 35.12 ലക്ഷം രൂപയുടെ ലഹരിയുമാണ് ഈ മൂവാറ്റുപുഴക്കാരൻ എഡിസന്റെ കയ്യിൽ നിന്ന് NCB പിടിച്ചത്. അപ്പൊ അത് തന്നെ പല പേരിലായിട്ടാണ് ഈ ഡാർക്ക് വെബ് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ സിയൂസ്, DS, ട്രൈബ് ഡിയൂസ് എന്ന പേരിലുള്ള വൻകിട ലഹരി കാട്ടലിന്റെ കണ്ണിയാണ് അത് ഏറ്റവും വലിയ ലഹരി ശൃംഖലയാണിത് ഡാർക്ക് വെബ്. അപ്പോ ഇത് പിടിക്കാൻ കാരണം ജൂൺ 28-ന് കൊച്ചിയിൽ സംശയാസ്പദമായ രീതിയിൽ 3 പാഴ്സൽ വന്നിരുന്നു. ആ പാഴ്സലിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡാർക്ക് വെബിന്റെ വലിയ ശൃംഖല ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഡാർക്ക് വെബില് ഓപ്പറേഷൻ മെലോൺ എന്ന പേരിലാണ് ഈ NCB നുഴഞ്ഞു കയറി ഇതിനെ തകർത്ത് കളഞ്ഞത്. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാരണം ഈ പോലീസിനും ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ തന്ത്രങ്ങളിലേക്കാണ് വിതരണ ശൃംഖല പോകുന്നത്. നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും വലിയ വ്യാപാരം ആയുധ വ്യാപാരമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാന മാർഗമുള്ള വ്യാപാരമാണ് മയക്കുമരുന്ന് വ്യാപാരം എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ അത്യന്താധുനിക മാർഗങ്ങളാണ് ഈ ലഹരി മാഫിയ സ്വീകരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ ഒന്നിലേക്ക് കയറാനാണ് ഇവർക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പൊ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഗുരുതരമായ പ്രതിസന്ധി ലഹരി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്രയും ഡാർക്ക് വെബ് വഴിയുള്ള വിതരണ ശൃംഖലയെ പോലീസിന് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നിന്നാണ് ഇത്തരമുള്ള ഇത് വരുന്നത്. കഴിഞ്ഞ 14 മാസത്തിനിടെ 600 തവണ ഇതേ കാട്ടൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരി മരുന്ന് വിറ്റതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ 1727 ലഹരി സ്റ്റാമ്പുകളും 131.66 ഗ്രാം രാസലഹരിയും ഈ മൂവാറ്റുപുഴക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുകയുണ്ട്. അപ്പോ വലിയ തോതിലുള്ള ഇടപാടുകൾ ഡാർക്ക് വെബ് വഴി ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഭോപ്പാൽ, പാട്ന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഇവിടങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. എത്തിച്ച ആ ഓപ്പറേഷന്റെ അല്ലെങ്കിൽ ആ ഡാർക്ക് വെബിലേക്കാണ് ഇപ്പോൾ NCBക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധേയമായ ഒരു നീക്കമായി തന്നെ നമ്മൾ കാണുന്നു. മറ്റൊരു കാര്യങ്ങൾ, ഈ ലഹരിക്കെതിരെയൊക്കെ സർക്കാർ പോലും മുന്നിട്ടിറങ്ങുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും ഒക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെയുള്ള ഈ ഒരു ലഹരി കടത്ത് അതിനെ എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക? ഇപ്പൊ നമ്മൾ പുതിയ DGP രംഗത്ത് വന്നോടെ അദ്ദേഹത്തിന് വിപുലമായ ഈ രംഗത്ത് വലിയ തോതിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഇന്നലെ അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലഹരിക്കെതിരെ പോരാട്ടത്തിനാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പരിചയ സമ്പന്നത നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിപ്പോ നമ്മൾ പോലീസ് എക്സൈസ് മാത്രം വിചാരിച്ചാൽ ഒരു കാര്യമായി നമ്മൾ മാത്രം കാണേണ്ടതല്ല. ഇപ്പോ വലിയ തോതിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം നടത്തുന്ന മുന്നേറ്റം ഈ പോലീസിന്റെ എക്സൈസിന്റെയും ശ്രമങ്ങളൊക്കെ വളരെ ഗുണകരമായി മാറിയിട്ടുണ്ട്. പണ്ട് ആരും വെളിപ്പെടുത്താനോ പറയാനോ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഈ കാര്യങ്ങൾ പെട്ടെന്ന് പോലീസിനോടോ എക്സൈസിനോടോ പറയാൻ ആളുകൾ തയ്യാറായി രംഗത്ത് വരുന്നു എന്നുള്ളത്
ശുഭോദർക്കമായി കാണുന്നുണ്ട്. അപ്പൊ ആ നീക്കം നമ്മൾ വീണ്ടും വരുത്തുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഇന്നലെ DGP പറഞ്ഞ പോലെ ലോകവ്യാപകമായി തന്നെ മയക്കുമരുന്നിന്റെ ശൃംഖല വളരെ വലുതാണ്. അവര് ഒരു വഴി അടയുമ്പോൾ മറ്റു വഴി തുറക്കുന്ന ഒരു സമീപനമാണുള്ളത്. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ നമ്മൾ ചെറുക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നമ്മൾ വീണ്ടും തുടരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ആദ്യം യുവാക്കളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മാതാപിതാക്കളിലേക്കും കൊച്ചുകുട്ടികളിലേക്കും കൗമാര പ്രായക്കാരിൽ ചെലുത്തുന്ന സ്വാധീനത്തോടൊപ്പം തന്നെ ഇത് എന്റെ കുട്ടി അങ്ങനെ പോകില്ലെന്ന് ധരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അപ്പൊ അതിന്റെ അപകട സാധ്യത അവരെ കൂടി നമ്മൾ ധരിപ്പിക്കേണ്ടതുണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഇത്രയും വലിയ ആഴത്തിലുള്ള സമൂഹം മാറിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പഞ്ചാബിലൊക്കെ നടപ്പാക്കിയ ഒരു ശൃംഖലയുണ്ട്. പ്രാരംഭത്തിലെ കടുത്ത സമീപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കക്കാരെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്യുന്ന, പിന്നെ അവസാനം OAT ക്ലിനിക്ക് വഴി ചികിത്സ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഒപ്പിയോയിഡ് അസിസ്റ്റന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ആളുകളെ കണ്ടാൽ അത് പഞ്ചാബിലെ ഒരു ശൈലിയാണ്. കേരളത്തിൽ അത് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ വിദ്യാലയങ്ങളിലെ ബെഡി പിയർ എഡ്യൂക്കേഷൻ പദ്ധതി എന്ന് പറഞ്ഞൊരു മാതൃക മേഘാലയത്തിലും മിസോറാമിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ മറ്റ് രാജ്യങ്ങളിൽ നടത്തി അല്ലെങ്കിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകൾ ഇനി കേരളത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം പഞ്ചാബിനേക്കാൾ മുന്നിൽ നമ്മൾ പോന്നു കഴിഞ്ഞു. പഞ്ചാബിലൊക്കെ ഇപ്പൊ ഒരു പഞ്ചായത്തിൽ പോലും ഡി-അഡിക്ഷൻ സെന്ററുകളുണ്ട്. നമുക്ക് ഡി-അഡിക്ഷൻ സെന്ററുകളിൽ ഓരോ ജില്ലയിൽ സർക്കാരിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്ന് മാത്രമേ ഉള്ളൂ. അവിടെയൊന്നും സത്യം പറഞ്ഞാൽ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ പോലും ഇല്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞു വന്നാൽ വീണ്ടും അവർ അതിനകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പുനരധിവാസ ശൃംഖല കേരളത്തിൽ എങ്ങും തന്നെ ഇല്ല. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് ചേർന്ന ഒരു കുറിച്ച് പഞ്ചാബിന് അടിമയായിരുന്നു. അവനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 6 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവൻ തിരിച്ചതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ ഒരു 2-3 മാസം പുനരധിവസിപ്പിക്കാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ഈ പുനരധിവാസ ശൃംഖല കൂടി കേരളത്തിൽ മെച്ചപ്പെടുത്താതെ ഈ കാര്യമായ മുന്നേറ്റം നടത്താൻ നമുക്ക് പറ്റില്ല. അവർ വീണ്ടും അതിനകത്തേക്ക് വിട്ടുപോകും. നമ്മളിപ്പോ ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ചികിത്സാ അനന്തരമായിട്ടുള്ള പുനരധിവാസം നടത്താനോ ചികിത്സയ്ക്കോ ഉള്ള സംവിധാനങ്ങൾ കേരളത്തിൽ വളരെ ദുർലഭമാണ്. ഗവൺമെന്റ് ഒക്കെ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ നടത്തുന്ന ഡ്രൈവ് ഫലപ്രദമായി മാറാൻ കഴിയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.